ഹായ്. അപ്പോൾ ഞാൻ ലോകമാനത്തിലേക്ക് റെയിൽവേ സ്റ്റേഷനിലാണ് ഉള്ളത്. കാരണം ഞാൻ ഈ ബൈക്ക് നാട്ടിലേക്ക് പാർസലയക്കാൻ വിചാരിച്ചു. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി അങ്ങോട്ട് ഭയങ്കര മഴയോ അതും ഇതും, പിന്നെ ആ ഒറ്റക്ക് കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളെല്ലാം ഉണ്ട്. വേറെ ബൈക്ക് ഇവിടുന്ന് പാർസലയക്കാൻ വേണ്ടി ഞാൻ ഓൾറെഡി ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. ഇനി ബൈക്കിന് ഇവിടുന്ന് കുറേ പേപ്പർ ഉണ്ടാക്കണം, പിന്നെ ടിക്കറ്റ് എടുക്കണം, അതിനൊരു ലോക്കൽ ടിക്കറ്റ്, പിന്നെ ഇവിടെ കുറേ ഏജൻറ്റുമാർ അത് ഇതെല്ലാം ഉണ്ട്. അന്നേരം അവർ കുറേ പൈസയോ അത് ഇതെല്ലാം അടിച്ചു വരേണ്ട പരിപാടിയാണ്. പക്ഷേ ഞാൻ ഡയറക്റ്റ് പോയിട്ട് ഏതായാലും പോയിട്ട് പാർസൽ അയക്കണ കാര്യങ്ങളെല്ലാം ശരിയാക്കാൻ നോക്കിയെന്ന്. അങ്ങനെ ഡയറക്റ്റ് പോയിട്ട് ശരിയാക്കുമ്പോൾ കുറച്ച് എന്താ പറയുക, കളിപ്പിക്കും ഇതാക്കെല്ലാം ചെയ്യും. എന്തായാലും അവിടെ ഒരു ഓഫീസർ നല്ലൊരുത്തനാണ്. അവൻ പറഞ്ഞ് ഇങ്ങനെ ചെയ്താൽ പറഞ്ഞ് തന്നിട്ടുണ്ട്. ഇങ്ങനെ അവിടെ പോയിട്ട് എല്ലാം ക്ലിയർ ആക്കട്ടെ, എന്നിട്ട് നമുക്ക് ബാക്കി തരാം. അപ്പോൾ ഇവിടെയാണ് ഓഫീസിൻ്റെ ഉള്ളിലേക്ക് ഞാൻ വീഡിയോ എടുക്കുന്നില്ല. എന്തായാലും അതിൻ്റെ അപ്പുറം കുറേ ഏജൻറ്റുമാർ ഇതെല്ലാം ഉണ്ട്, ബൈക്ക് ബന്ധാക്കുന്ന ഏതെല്ലാം. എന്തായാലും ഈ ഓഫീസിൽ പോയിട്ട് ഞാൻ എൻ്റെ പേപ്പർ ഒന്ന് ക്ലിയർ ആക്കട്ടെ. അപ്പോൾ ഇപ്പോൾ സമയം ഏകദേശം 10-10:30 ആയില്ലോ. കാരണം ഇപ്പോഴേ റെഡിയാക്കണം. കാരണം എൻ്റെ പേപ്പറെല്ലാം ക്ലിയർ ആക്കിയിട്ടുണ്ട്. ബൈക്ക് ഇതാ ഇവിടെ പാക്ക് ചെയ്യുന്നുണ്ട്. എനിക്ക് ബൈക്ക് ചെയ്യാൻ മാത്രം പൈസ കൊടുത്തോണ്ട് കുറച്ച് ഇതെല്ലാം ഉണ്ട്. ബൈക്കിൻ്റെ 2 ഗ്ലാസ് ഊരി വെച്ചിട്ടുണ്ട്. ഫുള്ള് കച്ചറയാന്ന് ബൈക്കല്ലോ. കുറച്ച് പണികളെല്ലാം ഉണ്ട്. ഇനി നാട്ടിലെത്തിയിട്ടാണ് പണികൾ. ഭയങ്കര കാറ്റ് കേട്ടോ. ഇനി മറ്റേ RPFൻ്റെ അവർ വരണം. ഇത് വണ്ടി നോക്കിയിട്ട് അവർ സൈൻ ചെയ്ത് തരണം. അതിനുശേഷം കഴിഞ്ഞ് നേരെ പാർസൽ കണ്ണൂർ ഇറങ്ങിക്കൊള്ളാം. നമ്മൾ കണ്ണൂരിൽ നിന്ന് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ മുംബൈയിലേക്ക് പാർസൽ ചെയ്യുമ്പോൾ അവർ 500 റുപ്യ വാങ്ങിച്ചിട്ടും കേട്ടോ. അവർ ഇവരെല്ലാം പിന്നെ പറഞ്ഞ പൈസ പരമാവധി നമ്മളടുത്ത് നിന്ന് പിടിക്കാൻ നോക്കും. പക്ഷേങ്കിൽ ഇത് ഈ ബാഗും കാര്യങ്ങളെല്ലാം എടുത്തിട്ട് അവിടെ ക്ലോക്ക് റൂമുണ്ട്, സൂക്ഷിച്ച് വെക്കുന്ന റൂം. അവിടെ ചില്ലറ പൈസ കൊടുത്തു കഴിഞ്ഞാൽ അവർ സൂക്ഷിക്കും. വൈകുന്നേരം എൻ്റെ സമയമാകുമ്പോൾ എടുത്തിട്ട് നമുക്ക് പോകാം. ഇനി വണ്ടി ക്യാൻസൽ ആകണ്ടെന്നാൽ മതി. ഇപ്പോൾ കുറേ ട്രെയിൻ ക്യാൻസലായിട്ടുണ്ട്, എന്തെല്ലോ മഴയോ അത് ഇതെല്ലാം കൊണ്ട്. എൻ്റെ ട്രെയിന് ക്യാൻസൽ ആകണ്ടെന്നാൽ മതി. അന്നേരം ബാക്കിയുള്ള ഡീറ്റെയിൽസ് കാണാം. പിന്നെ ഇതിൽ എണ്ണ ഉണ്ടായിന്, കുറച്ചേ ഉണ്ടായിട്ടില്ല, കുറച്ച് എണ്ണ ഉണ്ടായിന്. അവർ ഫുള്ള് എണ്ണ ഊറ്റി പറ്റിക്കും കേട്ടോ. ഫുള്ള് എണ്ണ പറ്റിച്ചിട്ട് മെയിനായിട്ട് അവർ വരുന്നത് വണ്ടി ഷട്ടാകുന്നുണ്ടോ നോക്കാനാണ്. RPFൻ്റെ അവർ വന്ന് ചെക്ക് ചെയ്തിട്ട് എണ്ണ ഉണ്ടോ ഇതാണ്ടോ നോക്കിയിട്ട് സൈൻ ഇട്ടുതരണം. കാരണം എന്ന് പറഞ്ഞാൽ ട്രെയിനിൽ പോകുമ്പോൾ എണ്ണൻ്റെ ഒരു പറ്റ് പാടില്ല. അതുകൊണ്ടാണ് അതങ്ങനെ കാര്യമാക്കുന്നത്. അതുകൊണ്ടാണ് അവർ വരികയും ചെയ്യുന്നത്. അവർ സൈൻ ഇടാണ്ട് ഒരു സാധനം ഇവിടുന്ന് പാർസൽ ചെയ്യില്ല. അന്നേരം ഇത് മൊത്തം എടുത്തിട്ട് ഞാൻ ക്ലോക്ക് റൂമിൽ കൊണ്ടുപോയിട്ട്, കാരണം നല്ല മഴ വരുന്നുണ്ട്. ഇതാണ് റെയിൽവേ സ്റ്റേഷൻ. വലിയ തിരക്കൊന്നും ഇല്ല കേട്ടോ ലോകമാനത്തിലെ റെയിൽവേ സ്റ്റേഷനിൽ. കാരണം നമ്മൾ ലോങ് യാത്രകൾ അങ്ങ് ബീഹാർ ആടെ ഇടിയെല്ലാം പോകുന്നുണ്ടെങ്കിൽ ഇവിടുന്ന് കൂടുതൽ ട്രെയിനില്ല. അപ്പുറം വേറെ സ്ഥലത്തേക്ക് പോകാനവർ. ഞാനിപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഒരു ലോക്കൽ ടിക്കറ്റ് വേണം. ഇത് കാർഗോ അല്ല, പാർസൽ അയക്കുന്നതോ എന്തോ ഒരു സാധനത്തിന് ലോക്കൽ ടിക്കറ്റ് വേണം. എന്നിട്ട് ലോക്കൽ ടിക്കറ്റ് എടുക്കാൻ പോയാൽ അവർ ഇവിടുന്ന് ടിക്കറ്റ് തരുന്നില്ല. അവർ പറയുന്നത് നിങ്ങൾ അപ്പുറം പോകണം. ഞാൻ പറഞ്ഞാൽ അതിന് വേണ്ടിയിട്ടല്ല, ബൈക്ക് പാർസൽ അയക്കാൻ വേണ്ടിയിട്ടാണ്. അതിനുവേണ്ടി ഇവർ പറഞ്ഞതാണെന്ന് പറഞ്ഞാൽ ലാസ്റ്റ് എനിക്ക് ടിക്കറ്റ് തന്നു. അപ്പോൾ ഇനി ഒരു 4 മണിക്കൂറും കൂടി ഉണ്ട്. ഒന്നും ഫുഡ് കഴിച്ചിട്ടില്ല കേട്ടോ. നമ്മൾ ബൈക്ക് ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നേരെ കണ്ണൂരിലേക്ക് എത്തും. അവരെല്ലാം കയറ്റി അയച്ചിടാന്ന് പറഞ്ഞിട്ടുണ്ട്. ബൈക്ക് ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇനി ട്രെയിന് ഈ പ്ലാറ്റ്ഫോമിലാണ് വരിക. നേരെ ഞാൻ ഏതായാലും ഫുഡ് കഴിക്കണം. അത് നാട്ടിലേക്ക് പോകണം. ട്രെയിന് മിസ്സാകണ്ടെന്നാൽ മതി, അത്രയും പ്രാർത്ഥനയുള്ളൂ. അപ്പോൾ നമ്മൾ വണ്ടി വരാനായി. അപ്പോൾ നമ്മൾ ബൈക്ക് അവിടെ എത്തിയിട്ടുണ്ടാകുന്ന നോക്കുന്നതാണ്. ബൈക്ക് ഈ സൈഡിൽ കൊണ്ടുവച്ചിട്ടുണ്ടാവും, മറന്നുപോയാൽ നോക്കുന്നതാണ്. ഞാൻ പോയിട്ട് നോക്കട്ടെ എന്തായാലും. ബൈക്ക് അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. എൻ്റെ ബൈക്ക് മാത്രമേ ഉള്ളൂ. ഇല്ല, 2 ബൈക്കുണ്ട്, സ്കൂട്ടി ഉണ്ട്. ബൈക്കിടെ എത്തിച്ചിട്ടുണ്ട്. എന്തായാലും നമ്മളൊപ്പം തന്നെ ബൈക്ക് ഓർമ്മ. കുറേ ബൈക്കുണ്ടല്ലോ. ബൈക്കിടെ എത്തിയിട്ടുണ്ട്. ഇനി ഇത് കണ്ണൂരിൽ നിന്ന് കാണാം. ഓക്കെ, ബൈ ബൈ. വളരെ നമുക്ക് സമാധാനത്തിൽ നമ്മളെ സീറ്റിലേക്ക് പോയിരിക്കാം. അപ്പോൾ കുറേ സമയം കാത്തിരുന്നിട്ട് വണ്ടി വന്നു. കുറേ ടൈം ലേറ്റായി, അരമണിക്കൂർ ലേറ്റാണ്. ഇവിടെ തന്നെ എത്തുമെന്ന് വിചാരിക്കാം. നമ്മൾ ബൈക്ക് അവിടെ ഉണ്ട്. ബൈക്ക് ബേക്കിൽ പോകില്ലാന്ന് കയറ്റാം. നമ്മളെ ഇത് തപ്പണം. ഇനി ഇവിടെ എത്തുന്ന വിചാരിക്കാം. AC കോച്ച് അവസാനം ട്രെയിന് വിട്ടു. 1 മണിക്കൂർ ലേറ്റാണ് ട്രെയിന്. അങ്ങനെ നമ്മൾ പോയെന്ന്. അപ്പോൾ സമയം 3 മണിയായി. ഞാൻ കണ്ണൂർ ഇറങ്ങി. കണ്ണൂർ മഴയാണല്ലേ. നമ്മളെ ബൈക്ക് എത്തിയില്ല നോക്കണം. ഇനി അപ്പുറം പോയിട്ട് പിന്നെ ലഗേജ് ആടെയുണ്ട്, അത് ഇങ്ങോട്ട് എടുക്കണം.
നല്ല പണിയുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെയാണ് കണ്ണൂർ പാർസൽ ഓഫീസ്. ഇവിടെ നമ്മൾ ബൈക്ക് എത്തിയിട്ടുണ്ടെന്ന് നോക്കാം. അതല്ലേ നമ്മൾ ബൈക്ക്. ഓ ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഓൾറെഡി എല്ലാം പറ്റിയതാണ്. ഇനി എന്തല്ലോ ഇനി ഒന്നും പറ്റാണ്ട് കിടയിലും കൊടുത്തിട്ട് നമുക്കിനി അത് ബൈക്ക് വാങ്ങാം. അപ്പോൾ നമ്മൾ ബൈക്ക് അവിടെ നിന്ന് ഓക്കെ ആക്കി എല്ലാം റെഡിയായി സെറ്റായിട്ടുണ്ട്. നമ്മൾ സാധനം ഇവിടെ ഉണ്ട്. ഇനി ഇത് ബൈക്ക് കയറ്റണം. പെട്രോൾ ഓൾറെഡി കൊണ്ടടിച്ച് ഭയങ്കര മഴയാന്ന് കേട്ടോ. ഇനി എനിക്കിപ്പോൾ പോകുന്ന ബൈക്ക് വീഡിയോ ഒന്നും എടുക്കാൻ കഴിയില്ല. ഏതായാലും നമ്മൾ വീട്ടിലെത്തിയിട്ട് ബാക്കി വിശേഷങ്ങളൊന്നും പങ്കുവെക്കാം. അന്നേരം ഞാൻ അവിടുന്ന് ബൈക്ക് എടുത്ത് പോയത്. അന്നേരം നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം അടുത്ത വിശേഷങ്ങളെല്ലാം ആയിട്ട്. ഓക്കെ, എല്ലാവർക്കും ബൈ ബൈ.